ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് കൃഷ്ണമോള് ചായയുമായിട്ട് വരുന്നുണ്ട്. അല്ല രോഹിയേട്ടാ, ഇപ്പോഴും മൂഡ് ഓഫ് ഒന്നും മാറിയില്ലേ? അച്ഛനോട് സോറി പറഞ്ഞ് എല്ലാം ഓക്കെ ആയില്ലേ? അതുപോലെ ഞങ്ങളോടും പറഞ്ഞില്ലേ? ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടനെ വലിയ ഇഷ്ടമാണ്. ഒരു കുറ്റബോധവും വേണ്ട. ഇങ്ങനെയൊക്കെ ഒരബദ്ധം സംഭവിക്കാത്തതായിട്ട് ആരാ ഈ ഭൂമിയിലുള്ളത്? എല്ലാവരുടെയും ജീവിതത്തിൽ കാണും ഇതുപോലെ ഓരോ സംഭവങ്ങൾ. അതൊന്നും ഏട്ടൻ മനസ്സിൽ വെക്കണ്ട. ഏട്ടനിപ്പോൾ ഞങ്ങളുടെ പൊന്നാര ഏട്ടനല്ലേ. ഞങ്ങൾ 3 പെങ്ങന്മാർക്കുള്ള ഒറ്റ ഏട്ടനാ ഞങ്ങളുടെ വലിയേട്ടൻ എന്നിങ്ങനെ പറയാണ്. എന്താ ഏട്ടാ ഇങ്ങനെ മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കൃഷ്ണമോൾ. അപ്പോൾ രോഹിത്ത് പറയാണ്, അല്ല കൃഷ്ണമോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ അമ്മയുടെ ഭാഗത്തല്ലേ ശരി, അച്ഛൻ്റെ ഭാഗത്തല്ലേ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല രോഹിയേട്ടൻ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞത്? അതല്ല കൃഷ്ണമോളെ, നമ്മുടെ അമ്മ അച്ഛനെ ആത്മാർത്ഥമായിട്ടല്ലേ ഇത്രയും കാലം സ്നേഹിച്ചത്. വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അച്ഛൻ ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടേ ഇല്ല. ഒരിക്കലെങ്കിലും പറയാമായിരുന്നില്ലേ? അച്ഛനിതിങ്ങനെ മറച്ചു വെച്ച് ജീവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് ഇത്രയും പ്രശ്നമായത്. അച്ഛന് നേരത്തെ ഒരു കാമുകി ഉണ്ടായിരുന്നെന്നും അതിലൊരു മകളുണ്ടായിരുന്നുവെന്നും നേരത്തെ അമ്മയോട് പറയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? നീ ഒന്ന് ആലോചിച്ചു നോക്കിയ അമ്മയുടെ മാനസികാവസ്ഥ. തൻ്റെ ഭർത്താവിന് താനറിയാത്ത ഒരു കാമുകിയും ഒരു മകളും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴുള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്ന് പറയുകയാണ്. അപ്പോഴും കൃഷ്ണമോള് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അലീന ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനോടും എനിക്കിപ്പോൾ വെറുപ്പൊന്നുമില്ല. പക്ഷേ ഇത് ഓർക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ഇതുപോലെ. നമ്മുടെ അമ്മയോട് അച്ഛൻ കാണിക്കുന്ന ക്രൂരതയല്ലേ. ശരിക്കും അമ്മയല്ലേ അച്ഛനോട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത്? അമ്മയുടെ ഭാഗത്തല്ലേ ശരിക്കും ന്യായമുള്ളത്. എന്നിട്ട് അച്ഛനല്ലേ അമ്മയെ പുറത്താക്കുന്നതും മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞതും റൂമ് മാറിയതും അങ്ങനെ അച്ഛൻ്റെ ദേഷ്യം എല്ലാം തീർത്തത് അമ്മയോടല്ലേ. അച്ഛൻ്റെ ഭാഗത്ത് വലിയ ന്യായമൊന്നുമില്ലല്ലോ. അച്ഛൻ സത്യം തുറന്ന് പറയാഞ്ഞിട്ടല്ലേ. സ്വന്തം മോളെ കൊണ്ടുവരുന്നു, ഇവിടെ നിർത്തുന്നു, അതൊക്കെ ശരിയാ. അമ്മയ്ക്കത് ഇഷ്ടമാണോ അല്ലയോ എന്ന് ചിന്തിക്കണ്ടേ? ആർക്കാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അത്ര പെട്ടെന്ന് അങ്ങ് ഡൈജസ്റ്റ് ആവുമോ? പിന്നെ അച്ഛനെ കാണിക്കുന്നതിൽ എന്ത് ന്യായമുള്ളത്? ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെക്കൊണ്ടാവില്ല എന്നൊക്കെ രോഹിത്ത് പറയുമ്പോഴും കൃഷ്ണമോള് ഒന്നും മിണ്ടുന്നില്ല. നീ എന്തെങ്ങനെ ഒന്നും മറുപടി പറയാതെ നിൽക്കുന്നത്? നിനക്കിതിനെ ഒന്നും പറയാനില്ലേ? അത് പിന്നെ ഏട്ടാ, ഞാൻ എന്ത് പറയാനാ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിനക്കിതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ അച്ഛൻ്റെ പെറ്റാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഒന്ന് നീ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അമ്മയുടെ ഭാഗത്ത് ന്യായമില്ലേ? ശരിക്കും അച്ഛൻ എന്താ ചെയ്യേണ്ടത്? താൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയണമായിരുന്നു. അലീനയെ സ്നേഹിക്കണമെന്ന് പറയണമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞ് കോംപ്രമൈസ് ആകണമായിരുന്നു. പക്ഷേ അതിന് പകരം അച്ഛൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ഈ കാട്ടിക്കൂട്ടത് മൊത്തം അമ്മയുടെ തെറ്റാണെന്നുള്ള രീതിയിലല്ലേ അച്ഛൻ സംസാരിക്കുന്നത്. അത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? രോഹിയേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്നാലും എന്താ ഒരു പക്ഷേ? ഞാൻ പറഞ്ഞില്ല എന്താ ഒരു തെറ്റുള്ളത് എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല രോഹിത്തേട്ടാ. അതൊക്കെ അവരുടെ സ്വന്തം കാര്യങ്ങളല്ലേ, അതിലൊന്നും ഞാൻ ഇടപെടാറില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നേരെ പോകുന്നത് നമ്മുടെ ബാലേന്ദ്രൻ്റെ അരികിലേക്കാണ്. അപ്പോൾ ബാലേന്ദ്രൻ്റെ അരികിൽ തന്നെ അലീനയും നിൽപ്പുണ്ടായിരുന്നു. എന്താ മോളേന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് രോഹിത്തേട്ടൻ നിന്നെ പോലൊക്കെ ചോദിച്ചു വച്ചാ എന്ന് പറയുന്നുണ്ട്. ഞാനതിന് എന്ത് മറുപടി പറയാനാ? എനിക്ക് മറുപടി പറയാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മതി മോളെ, തൽക്കാലം മോൾ അവനോട് മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. മേഡത്തിനെ കുറിച്ച് ഒരിക്കലും രോഹിത്തിൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിത്രം വരണ്ട. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഈ അച്ഛനൊരു വൃത്തികെട്ടനാണെന്ന് അവൻ്റെ മനസ്സിൽ അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനിപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലാതെ അവൻ്റെ അമ്മ ഇങ്ങനെ പിഴച്ചു നടന്നൊരു സ്ത്രീയാണെന്ന് അവൻ അറിഞ്ഞാൽ അവനത് ഒരിക്കലും സഹിക്കാനാവില്ല. പിന്നീട് ജീവിതകാലം മുഴുവനും അവൻ അമ്മയോട് വെറുപ്പായിരിക്കും. ഇത്രയും കാലം നമ്മളെല്ലാം ചതിച്ചത് സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞാലേ അവന് ചിലപ്പം അത് സഹിക്കാനായിന്ന് വരില്ല. ഇപ്പം തന്നെ അവൻ വലിയൊരു ഡ്രോമയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തൽക്കാലം അവനെ ആരും ശല്യപ്പെടുത്തണ്ട. തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങിരിക്കട്ടെ. അവൻ്റെ സംശയം ഇങ്ങനെ ഓരോന്നൊക്കെ പുറത്തു വരുമ്പോൾ അത് നമ്മളാരും ഒന്നും വെളിപ്പെടുത്താതിരുന്നാൽ മതി എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോള് അവളുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവൾ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത്ത് വീണ്ടും അവളുടെ റൂമിലേക്ക് കടന്നു വരികയാണ്. മുറിയിലേക്ക് കയറിയ ഉടൻ തന്നെ രോഹിത്ത്
റൂം ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. അല്ല എന്താ ഏട്ടാ? അല്ല നീ എൻ്റെ അടുക്കെ സംസാരിച്ച് ഉടനെ തന്നെ അച്ഛൻ്റെ റൂമിലേക്കും കയറി പോകുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ച് അച്ഛനും നീയും അലീന ചേച്ചിയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ കാര്യം? സത്യം എന്നോടും കൂടെ പറ. ഏയ് ഒന്നുമില്ല ഏട്ടാ. അല്ല എന്തോ ഉണ്ട്. നിനക്കും അലീന ചേച്ചിക്കും അച്ഛനും മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യം. അതെന്തായാലും എന്നോടും കൂടെ പറ. അയ്യോ രോഹിയേട്ടാ, അങ്ങനെയൊന്നും ഒരു കാര്യവുമില്ല. ഏട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ. ശരി, അവരിപ്പോൾ എന്താ മറുപടി പറഞ്ഞേ? അത് പിന്നെ നിന്നോട് ഞാനല്ലേ പറഞ്ഞേ അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് 3 പേർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യമുണ്ട് ഈ വീട്ടിൽ. സത്യം പറ, എന്താ അത്? അത് പിന്നെ രോഹിയേട്ടാ, ഞാൻ പറ, അത് എന്നോട് പറഞ്ഞാൽ എന്താ പ്രശ്നം? അതൊന്നും എനിക്കറിയില്ല. രോഹിയേട്ടൻ പോയി അച്ഛനോട് ചോദിക്കേ. ഞാനിപ്പോൾ ചോദിച്ചത് നിന്നോടാ. നീ എന്നോട് സത്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നതല്ലല്ലോ. ഞാൻ നിൻ്റെ സ്വന്തം ചേട്ടനല്ലേ. നിനക്കെന്നോട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ രോഹിയേട്ടൻ മറ്റാരൊരിക്കലും പറയില്ല എന്നും അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നും എനിക്ക് വാക്ക് തരികയാണെങ്കിൽ മാത്രം ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞ് രോഹിത്തിൻ്റെ നിന്ന് അവൾ സത്യം വാങ്ങിക്കുകയാണ്. അതിനുശേഷം അവൾ പറയാണ്, ഏട്ടനും അമ്മയും ഭവതിയേച്ചിയൊക്കെ വിചാരിക്കുന്നത് പോലെ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല. ഞെട്ടി വിറച്ചുകൊണ്ട് രോഹിത് ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നതൊക്കെ ശരിയാണോ? അച്ഛനും അലീന ചേച്ചിയും തമ്മിൽ അവിഹിതമാണോ എന്നിങ്ങനെ രോഹി ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഛേ എന്താ രോഹിയേട്ടാ, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു കഴിയട്ടെ. അലീന ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മകളല്ല, പക്ഷേ നമ്മുടെ അമ്മയുടെ മകളാണ്. അമ്മയുടെ മകളോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ, നമ്മുടെ അമ്മയ്ക്കുണ്ടായ മകളാ അലീന ചേച്ചി. നമ്മൾ കിടന്ന അതേ വയറ്റിൽ തന്നെയാണ് അലീന ചേച്ചിയും കിടന്നത്. നമ്മളെ അമ്മ എങ്ങനെയാണോ പ്രസവിച്ചത് അതുപോലെ തന്നെയാണ് അലീന ചേച്ചിയും പ്രസവിച്ചത്. നീ എന്തൊക്കെയാണ് കൃഷ്ണമോളെ പറയുന്നേ? അതെങ്ങനെ ശരിയാകും? അലീന ചേച്ചി എങ്ങനെ നമ്മുടെ അമ്മയുടെ മകളാകും? അമ്മയുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അതിന് 20 വർഷമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അപ്പോൾ കൃഷ്ണമോള് പറയാണ്, രോഹിത്തേട്ടാ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു ഫ്ലാഷ് ബാക്ക് തന്നെയുണ്ട്. എന്ത് ഫ്ലാഷ് ബാക്ക്? അത് പിന്നെ 23 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛൻ ഗൾഫിലായിരുന്ന സമയം, നമ്മുടെ അമ്മ ആഗ്രയിലേക്ക് പഠിക്കാനായിട്ട് പോയ സമയം, അവിടെ വെച്ച് നമ്മുടെ അമ്മ ഒരു സ്റ്റാലിൻ ജോസഫായിട്ട് പ്രണയത്തിലാവുമായിരുന്നു. അങ്ങനെ 7 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ആ സ്റ്റാലിൻ ജോസഫ് അമ്മയെ കൈയൊഴിഞ്ഞിട്ട് പോയി. അവിടെ നിന്ന് അമ്മയുടെ അച്ഛനും ആങ്ങളമാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആരും അറിയാതെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മ പ്രസവിക്കുമായിരുന്നു. ഇതൊന്നും കേട്ടിട്ട് രോഹിത്തിന് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. നീ പറയുന്നതൊക്കെ സത്യമാണോ കൃഷ്ണമോളെ? അതെ രോഹിയേട്ടാ, ഞാൻ ഈ പറഞ്ഞതെല്ലാം പകല് പോലെ സത്യമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അമ്മ പ്രസവിച്ച കുട്ടിയാണെന്ന് അമ്മയ്ക്കറിയില്ലേ? അതാ രോഹിയേട്ടാ ഇതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ്. ഇതിനിടയിൽ കളിച്ചത് നമ്മുടെ മുത്തശ്ശനാ. അമ്മയോട് മുത്തശ്ശൻ പറഞ്ഞത് അമ്മ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നാണ്. അമ്മയുടെ ആങ്ങളമാർക്കോ മുത്തശ്ശിക്കോ ആർക്കും അതറിയില്ലായിരുന്നു. എന്തിന്, പ്രസവിച്ച അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു ആ കുഞ്ഞ് ജീവനോടുണ്ടെന്ന്. മുത്തശ്ശൻ ആരും അറിയാതെ അന്നത്തെ സ്നേഹനിധിയിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. അലീന ചേച്ചി എപ്പോഴും പറയുന്ന ഒരു മമ്മിയില്ലേ, ആ മമ്മിയുടെ കയ്യിലേക്ക് കുറേ കാശും കൊടുത്തു. ഒരിക്കലും ഈ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് വാക്കും മേടിച്ചാണ് അന്ന് ആ കുഞ്ഞിനെ കൊടുത്തത്. അതാണ് നമ്മുടെ അലീന ചേച്ചി. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ലേ ആ കുഞ്ഞ് ജീവനോടുണ്ടെന്ന്? ഇല്ല, അമ്മയ്ക്കത് ഇപ്പോഴും അറിയില്ല. എന്തിന്, ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അമ്മയുടെ സഹോദരന്മാർ, നമ്മുടെ അങ്കിൾമാർ പോലും അറിയുന്നത് അലീന ചേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അല്ല, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അച്ഛൻ പറഞ്ഞതോ അലീന ചേച്ചി അച്ഛൻ്റെ മകളാണെന്ന്? അപ്പോൾ അതെന്താ സംഭവം? അത് പിന്നെ അച്ഛനറിയാം അലീന ചേച്ചി അമ്മ പ്രസവിച്ച മകളാണെന്ന്. അതറിഞ്ഞുകൊണ്ടാണ് അച്ഛൻ അലീന ചേച്ചിയെ മകളായിട്ട് സ്വീകരിച്ചത്. ഏട്ടൻ പറഞ്ഞതുപോലെ അച്ഛൻ ഈ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അമ്മയോട് ദേഷ്യം കാണിക്കുന്നതും വെറുപ്പ് കാണിക്കുന്നതും മുറി മാറിയതുപോലും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എനിക്കിതൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അന്ന് ആ സ്റ്റാലിൻ ജോസഫ് ഇട്ടിട്ട് പോയതിന് ശേഷം അമ്മ വല്ലാണ്ട് ഡിപ്രഷനിലായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ഒന്ന് നോർമലായിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ അച്ഛൻ പോയി അമ്മയെ വിവാഹം ആലോചിക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മുന്നും പിന്നും ആലോചിക്കാതെ അവർ അച്ഛൻ്റെ കയ്യിലേക്ക് അമ്മയെ പിടിച്ചു കൊടുത്തു. പിന്നീട് അമ്മയും എല്ലാ രഹസ്യങ്ങളും മറച്ചു വെച്ച് അച്ഛൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു. പക്ഷേ
ബ്രിജിത മമ്മി മരിക്കാൻ സമയമായപ്പോഴാണ് നമ്മുടെ മുത്തശ്ശനെ കാണാൻ വരുന്നതും അലീന ചേച്ചിയെ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നതും. സ്നേഹനിലയത്തിലുള്ളവരെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അലീന ചേച്ചിക്ക് സ്വന്തമായിട്ട് എല്ലാവരും തന്നെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് മമ്മി തീരുമാനിച്ചത്. അങ്ങനെയാണ് വയ്യാതിരുന്നിട്ട് മുത്തശ്ശൻ കഴക്കൂട്ടം വരെ പോയിട്ട് അലീന ചേച്ചിയെ ഹോം നേഴ്സായിട്ട് കൊണ്ടുവരുന്നതും. ഇവിടെ തന്നെ താമസിക്കട്ടെ എന്ന് കരുതിയിട്ട്, പക്ഷേ സത്യങ്ങളൊന്നും ആരെയും അറിയിക്കാതെ മുത്തശ്ശൻ അങ്ങ് പോയി. പക്ഷേ അലീന ചേച്ചിക്ക് സത്യങ്ങളൊക്കെ അറിയായിരുന്നു. സ്വന്തം അമ്മയൊന്ന് കാണാൻ വേണ്ടിയിട്ടും അമ്മയോട് ഞാൻ അമ്മയുടെ മകളാണെന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് അലീന ചേച്ചി ശരിക്കും ഇങ്ങോട്ട് വന്നത്. പക്ഷേ അമ്മയല്ലാതെ ബാക്കി എല്ലാവരും തന്നെ സത്യമൊക്കെ അറിഞ്ഞു രോഹിയേട്ടാ. അത് പിന്നെ നമ്മുടെ രേവതിക്കുട്ടി ചേച്ചി ഇല്ലേ, ആ ചേച്ചി മുത്തശ്ശൻ്റെ ഫോണിൽ നിന്നായിരുന്നല്ലോ അലീന ചേച്ചിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ വിളിച്ചുകൊണ്ടിരുന്ന കോളും അതുപോലെ വോയിസ് റെക്കോർഡും ഒക്കെ ഒരിക്കൽ അച്ഛൻ കേൾക്കാനിടയായി. അങ്ങനെയാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന്. ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അന്ന് വലിയച്ഛൻ്റെ ഒരിക്കലേക്ക് പോയത്. അവിടെ ചെന്നു അങ്കിളിനോട് കാര്യമൊക്കെ അന്വേഷിച്ചു. എല്ലാം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അന്നാണ് ആ വല്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അലീന ചേച്ചി ജീവനോടുണ്ടെന്നും അത് നമ്മുടെ അമ്മയുടെ മകളാണെന്നും. അങ്ങനെ അവിടുത്തെ തിരികെ വന്നതിന് ശേഷമാണ് അച്ഛനവിടെ ഒച്ചപ്പാടും ബഹളവും അമ്മയോട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് അച്ഛനെന്ന ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായതും എന്നൊക്കെ കൃഷ്ണമോള് പറയാണ്. ഇതൊക്കെ കേട്ട് ആകെ പകച്ച് നിൽക്കുകയാണ് രോഹിത്ത്. അച്ഛൻ അലീന ചേച്ചിനെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ചേച്ചിക്ക് സത്യമെല്ലാം തുറന്നു പറയേണ്ടതായി വന്നത്. അങ്ങനെയാണ് അച്ഛൻ അലീന ചേച്ചിയെ മകളായിട്ട് സ്വീകരിച്ചതും. അത് മാത്രമല്ല, അന്ന് എല്ലാവരും കൂടെ ചേച്ചിയെ റോഡിൽ ഇറക്കി വിട്ടില്ലേ, അന്ന് ഞാനും കൂടെ പോയില്ലായിരുന്നു അച്ഛൻ്റെ കൂടെ റിസോർട്ടിലേക്ക്. അന്നാണ് അച്ഛൻ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. അങ്ങനെയാ മനുവേട്ടനും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. മാത്രമല്ല, അന്ന് ചേച്ചി തട്ടിക്കൊണ്ടുപോയില്ലേ രാജീവനങ്ങളും ശിവനങ്ങളും ചേർന്ന്. അന്ന് ചേച്ചി അവിടെ നിന്ന് സത്യം പറയാൻ വേണ്ടിയിട്ടാ ഗംഗനങ്ങൾ വന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് അവരുടെ പെങ്ങളുടെ സ്വന്തം മകള് തന്നെയാണ് അലീന എന്നുള്ള കാര്യം. അതുപോലെ വല്യങ്കള് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുത്തശ്ശിയോട് ഇക്കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ മുത്തശ്ശിക്കും വല്യങ്കളിനും അങ്കിളുമാർക്കും അതേപോലെ എനിക്കും അലീന ചേച്ചിക്കും അതുപോലെ രേവതിക്കുട്ടി ചേച്ചിയുടെ അങ്കിള് മാമച്ചനങ്കിളിനും ഗ്രേസ് ആൻറ്റിക്കും എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാം. അതുപോലെ അമ്മയ്ക്കും ബബിതേച്ചിക്കും രോഹിയേട്ടനും പിന്നെ കമലയാൻ്റിക്ക് മാത്രമേ സത്യങ്ങളൊക്കെ അറിയാത്തതായിട്ടുള്ളൂ. ഒരുപക്ഷെ രോഹിത്തേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സത്യങ്ങളെല്ലാം ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് ചേട്ടന് വെറുപ്പ് തോന്നും എന്നുള്ളൊരു പേടി കൊണ്ടാണ് അലീന ചേച്ചി ഇതൊന്നും ചേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞത്. മുമ്പേ പോയി അവരോട് ചോദിച്ചപ്പോഴും അവരത് തന്നെയാണ് പറഞ്ഞത്, രോഹിയേട്ടനോടൊന്നും പറയണ്ട, രോഹിയേട്ടന് അമ്മയോട് വെറുപ്പാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോഴും ഒന്നും അറിയില്ലേ അമ്മയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്, അത് അലീന ചേച്ചിയാണെന്നൊന്നും? ഇല്ല ഏട്ടാ, ശരിക്കും അമ്മയ്ക്കിതൊന്നും അറിയില്ല. അതുകൊണ്ടല്ലേ ഈ ഒച്ചപ്പാടും ബഹളമൊന്നും. സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ നമ്മളെ ചതിച്ചിട്ടില്ല, അമ്മയും ചതിച്ചിട്ടില്ല. ചതിച്ചത് മുഴുവൻ അമ്മയും അമ്മയുടെ കുടുംബക്കാരുമാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ അച്ഛനെയാ ചതിച്ചതും പറഞ്ഞു പറ്റിച്ചതുമൊക്കെ. കഴിഞ്ഞ 23 വർഷമായിട്ട് എല്ലാവരും കൂടി അഭിനയിക്കുകയായിരുന്നു നമ്മുടെ അച്ഛൻ്റെ മുമ്പിലോ ഒക്കെ. അച്ഛൻ ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ. പാവം, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അച്ഛൻ അതും പറഞ്ഞ് പലപ്പോഴായി സങ്കടപ്പെടാറുണ്ട്. എനിക്കത് കണ്ടു നിൽക്കാൻ പോലും വയ്യ. പാവം നമ്മുടെ അച്ഛൻ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അലീന ചേച്ചിനെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അച്ഛൻ. പക്ഷേ അലീന ചേച്ചിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള പ്ലാനിങ്ങിലാണ് അമ്മ. എന്താ രോഹിത്തേടാ ചെയ്യുന്നതേ? ഒന്നും അറിയില്ല. ഇതിനിടയിൽ കിടന്ന് ആകെ നട്ടം തിരിയാണ് ആ പാവം അലീന ചേച്ചി. ഇപ്പം മനസ്സിലായില്ലേ ചേച്ചി എന്തുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇത്രയധികം സ്നേഹം കാണിക്കുന്നതെന്ന്? ചേച്ചിയും നമ്മളെപ്പോലെ സ്വത്തും സുഖമൊക്കെ അനുഭവിക്കേണ്ടതല്ലായിരുന്നോ? പക്ഷേ നമ്മുടെ അമ്മയുടെ ഒറ്റ ഒരാളുടെ വീട്ടുകാർ കാരണം പാവം അനാഥാലയത്തിലല്ലേ വളർന്നത്. അമ്മയുടെ സ്നേഹം എന്താ, അച്ഛൻ്റെ സ്നേഹം എന്താ എന്നൊന്നും അറിയാതെ പാവം ആ ഓർഫനേജിൽ വളരുകയല്ലായിരുന്നോ? അപ്പോൾ രോഹിത് ചോദിക്കുകയാണ്, അല്ല അച്ഛനും വീട്ടുകാരും എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അമ്മയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊക്കെ സോൾവ് ആവില്ലേ? പിന്നെ നമുക്ക് അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ കഴിയാലോ. അത് പിന്നെ ഏട്ടാ, അതൊന്നും അച്ഛൻ സമ്മതിക്കുകയല്ല. അന്ന് അമ്മ ഡിവോഴ്സിന് പോയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു,
കോടതിയിൽ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അമ്മയെ നാണം കെടുത്തുവെന്ന്. മാത്രമല്ല അച്ഛൻ്റെ മനസ്സിൽ അതേപോലെ തീ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും അമ്മയോട് അച്ഛൻ ക്ഷമിക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും ഇക്കാര്യം അറിയരുതെന്നാണ് അച്ഛൻ പറയുന്നത്. അമ്മ അറിയാതിരുന്ന എങ്ങനെ കാര്യം നടക്കും? ഇതിപ്പോൾ അമ്മ അറിയാത്തോണ്ടല്ലേ ഇത്രയും വിഷയം. അമ്മ ഇതറിഞ്ഞ അമ്മയുടെ സ്വന്തം മകളെ അമ്മ സ്വീകരിക്കാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതോടുകൂടി ഈ പ്രോബ്ലംസ് ഒക്കെ തീരില്ലേ? അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആ നിമിഷം തന്നെ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. അച്ഛന് വലുത് അച്ഛൻ്റെ ആത്മാഭിമാനം തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നീട് ഒരിക്കലും അച്ഛൻ അമ്മയുടെ കൂടെ ജീവിക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സത്യമൊന്നും ആരും അമ്മയോട് പറയാത്തത്. അല്ലെങ്കിൽ എപ്പോഴേ എല്ലാവരും അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനെ. അലീന ചേച്ചിയോടുള്ള അമ്മയുടെ ദേഷ്യമൊക്കെ അപ്പോൾ മാറുമായിരുന്നു. പക്ഷെ എന്തു പറയാനാ, അച്ഛൻ്റെ ഈ വാശിപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ഇപ്പോഴും പറയുന്നത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. അമ്മ എങ്ങനെ ഈ സത്യം അറിഞ്ഞ ആ നിമിഷം അച്ഛൻ ഡിവോഴ്സ് ചെയ്യുമെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അച്ഛനും അമ്മയും രണ്ടുപേരും രണ്ട് വഴിക്കായാൽ നമ്മളും രണ്ട് വഴിക്കായി പോവും. അതൊന്നും ആലോചിക്കാൻ കൂടി എനിക്ക് വയ്യ രോഹിയേട്ടാ. എങ്ങനെയെങ്കിലും നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ കൃഷ്ണമോള് പറയുകയാണ്. അമ്മയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞതായിട്ട് പോലും അമ്മ അറിയരുത്. അമ്മയും ആകപ്പാട് തകർന്നു പോവും. അല്ലെങ്കിൽ തന്നെ അച്ഛനെ ഇപ്പോൾ ആകപ്പാട് തകർന്നിരിക്കുക. അതിൻ്റെ ഇടയിൽ അമ്മയുടെ ഒരു ചൊറിഞ്ഞ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അലീന ചേച്ചീനെ എന്ത് വൃത്തികേടൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ താൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള ഒരു ഓർമ്മ പോലും ഇല്ല അമ്മയ്ക്ക്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രോഹി കുറേ നേരത്തിന് ശേഷം തൻ്റെ റൂമിലേക്ക് കയറിപ്പോവാണ്. ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടായിരുന്നു അവൻ. പാവം തൻ്റെ അച്ഛനെ താനും സംശയിക്കായിരുന്നല്ലോ. അലീന ചേച്ചിയുടെ കൂട്ടത്തിൽ കൂട്ടി എന്തൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അമ്മയല്ലായിരുന്നു ഇതെല്ലാം ചെയ്തത്. അമ്മയുടെ സ്വന്തം മകളായിരുന്നല്ലോ അലീന. അങ്ങനെയാണ് സ്വന്തം ചോര, സ്വന്തം കൂടപ്പിറപ്പ്. സ്വന്തം കൂടപ്പിറപ്പിനോട് താൻ ചെയ്തതും അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലല്ലോ. എല്ലാം കൂടെ ഓർത്തിട്ട് അവന് തല പെരുക്കുന്നുണ്ട്. എല്ലാം താൻ ചെയ്തു കൂട്ടി വെച്ചല്ലോ. ഇതിനെല്ലാം കാരണക്കാരൻ താനും കൂടെ ആണല്ലോ എന്നൊക്കെ ഓർത്ത് അവന് വല്ലാണ്ട് വിഷമം വരുന്നുണ്ട്.